ഇന്നൊരു അടിപൊളി കല്യാണ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഞാനിതിൽ ഫോളോ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സ് ഈവൻ എ സ്മോൾ സ്റ്റെപ്പാണെങ്കിൽ പോലും മിസ്സാക്കാതെ കറക്റ്റ് അതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അസൽ ബിരിയാണി നമുക്കിന്ന് ഉണ്ടാക്കാം. എപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളി അരിയുക എന്നുള്ളത് തന്നെയാണ്. 6 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത്. അത് അരിഞ്ഞു കഴിഞ്ഞ് നേരെ ബിരിയാണി പോട്ട് ഗ്യാസുമ്മ വെച്ചു. ഗ്യാസ് ഓൺ ആക്കി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ. അത് ചൂടായി വരുമ്പോൾ വലിയ ജീരകം 1 ടീസ്പൂണും 3 പച്ചമുളകാണ് ഇവിടെ എടുത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് മാറ്റാം. പിന്നെ ഈ അരിഞ്ഞു വെച്ച 6 ഉള്ളിയും ഇവിടെ കല്ലുപ്പാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 1.5 ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റാൻ വെക്കാം. ഇനി അതൊന്ന് വഴന്ന് വരുന്ന ടൈമിലാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്യുന്നത്. ഈവൻ തൈര്, ചമ്മന്തി എല്ലാതും. ഇന്ന് ലഗോൺ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ നല്ല കഴുകിയെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 5 വിസിലടിക്കാൻ വെക്കാം. ഉള്ളി ഇപ്പോൾ കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 6 ടീസ്പൂൺ ആഡ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 വലിയ തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി നന്നായി ഉടഞ്ഞു ചേർന്നതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ബിരിയാണി നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടി ഈ ഒരു മസാല നന്നായി വഴന്നു വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മസാലയിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ. ഈ 2 പൊടികളെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്ക് 5 വിസിൽ കഴിഞ്ഞ് ഫുൾ പ്രഷർ പോകുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് ഈ മസാലയിലോട്ട് വിത്ത് വാട്ടർ ആഡ് ചെയ്യാം. ഇനി ഒരു 30 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കാം. ആ ഒരു ടൈമിലാണ് സാലഡ്, ചമ്മന്തി ഉണ്ടാക്കുന്നതും ഒപ്പം തന്നെ ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ. അപ്പോൾ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് വലിയൊരു പിടി മല്ലിയില ആഡ് ചെയ്യാം. മല്ലിയിലയുടെ ക്വാണ്ടിറ്റിയിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ട് പുതിനയിലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ ഫുൾ നീര് കുരു കളഞ്ഞതും കൂടെ ആഡ് ചെയ്തു. ഇനി തൈര് ഒരു 5-6 ടീസ്പൂൺ ആഡ് ചെയ്യാം. അപ്പോൾ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി ഒരുപാട് ചൂടാവണ്ട, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി റൈസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് ആദ്യം ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഓയിലിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ആഡ് ചെയ്തു. 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 10 മിനിറ്റ് കുതിർത്ത് വെള്ളം എല്ലാം ഊറ്റിയിട്ട് മാക്സിമം ഒരു 4 മിനിറ്റ് വെക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ ഇതിലോട്ട് ആഡ് ചെയ്ത് റൈസ് ഒന്ന് ഈ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം 6 ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ്സ്. അപ്പോൾ റൈസ് റെഡിയായി. ഇനി ദമ്മിടാം. മസാലയിലോട്ട് 1 ലെയർ റൈസ് ഇടാം. അതിൻ്റെ മുകളിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ഓണിയൻ മിക്സ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ സെക്കൻഡ് ലെയറും റൈസ് ഇട്ടിട്ട് ഓണിയൻ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ഇത് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ചെയ്യണം കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ നന്നായി ഒഴിച്ചു കൊടുക്കുക. ഇത് ചെയ്യുകയാണെങ്കിൽ റൈസുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത് തീരെ ഉണ്ടാവില്ല. ബിരിയാണിയും ചമ്മന്തിയും തൈരും അച്ചാറൊക്കെ റെഡി ആയിട്ട് നിങ്ങളുടെ ബിരിയാണി റെസിപ്പി ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്.